നമസ്കാരം. കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ മരണം സംഭവിച്ചു കഴിഞ്ഞ് ഏതാണ്ട് എത്രയെങ്കിലും നാളുകൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ, അതായത് ഒക്ടോബറിൽ അദ്ദേഹം മരിക്കുന്നു, മാർച്ചിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ PP ദിവ്യ എന്ന ഒറ്റ പ്രതിയിൽ മാത്രം ഈ കേസ് ഒതുങ്ങി തീർന്നിരിക്കുന്നു. PP ദിവ്യ എന്ന ഈ പ്രതിയുടെ, അതായത് PP ദിവ്യയുടെ പേരിൽ മാത്രം ഈ കേസ് ആത്മഹത്യയായി തീരണം എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ മരണം നടന്ന 1 മണിക്കൂറിനകം തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു എന്ന് ഈ കേരള സമൂഹം സംശയിക്കുന്നുണ്ട്. അതിന് നിരവധി തെളിവുകൾ നമുക്ക് പറയാനുമുണ്ട്. അതായത് ഈ പറയുന്ന കുറ്റപത്രത്തിൽ ഒരു വരി പോലും പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നില്ല. പ്രശാന്തൻ എത്രാമത് പ്രതി ആണെന്ന് ചോദിച്ചാൽ 43 മറ്റോ ഒക്കെ ആണ് പ്രശാന്തനെ പ്രതി ചേർത്തിരിക്കുന്നത്. PP ദിവ്യ എന്ന CPM-ന്റെ കണ്ണൂരിലെ തലപ്പൊക്കമുള്ള ലേഡി, അതായത് സ്ത്രീ നേതാവ്, അവർ ഈ പറയുന്നത് പോലെ അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ അവർക്ക് ഉറപ്പ് നൽകിയതിന് ശേഷം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഈ കുറ്റപത്രത്തിൽ, ആത്മഹത്യ പ്രേരണ കുറ്റത്തിൽ ദിവ്യയെ മാത്രം പ്രതി ചേർത്തിരിക്കുന്നത്. ദിവ്യയുമായി അനുരഞ്ജന ചർച്ച P ശശി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയതിന് ശേഷം തന്നെ ആയിരിക്കണം PP ദിവ്യയെ ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ പ്രശാന്തന്റെയും കളക്ടറെ, അതായത് PP ദിവ്യ എന്ന ഈ ഒരൊറ്റ പ്രതിയിൽ ഈ കേസ് സമൂലം ചെന്നെത്തുമ്പോൾ മറ്റു പല കാട്ടുകള്ളന്മാരും, അതായത് മറ്റു പല പ്രതികളും, അതായത് ഇദ്ദേഹം കൈക്കൂലിക്കാരനാണെന്നും ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്നും, കൈക്കൂലി വാങ്ങുന്ന രംഗം അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടിയുള്ള കൈക്കൂലി കൊടുപ്പിക്കാൻ, അതായത് ഇതുവരെ ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ പ്രശാന്ത് എന്ന് പറയുന്ന ഈ പറയുന്ന ഏതാനും, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏതാനും നേതാക്കളുടെ, അതായത് പേരെടുത്ത് പറയത്തക്ക രീതിയിലുള്ള എത്രയെങ്കിലും നേതാക്കളുടെ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പലരുടെയും ബിനാമിയായ പ്രശാന്തൻ ഈ പറയുന്ന പോലെ PP ദിവ്യയും അടങ്ങുന്ന ഒരു സംഘം ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിരുന്നു അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നത്. അതായത് ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഈ പെട്രോൾ ബങ്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ സമീപിക്കുമ്പോൾ അതായത് നവീൻ ബാബു എന്ന ക്ലീൻ ഇമേജ് ഉള്ള ഉദ്യോഗസ്ഥൻ ഒരിക്കലും വഴിവിട്ട് സഹായിക്കില്ല എന്ന് പിന്നീട് മനസ്സിലാക്കുകയും, എന്നാൽ താൻ ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഓർഡർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ താൻ കണ്ണൂരിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കുരുക്കിയിരിക്കും എന്ന കുടില ബുദ്ധിയുടെ ബാക്കി പത്രമായിരുന്നു പ്രശാന്തനും PP ദിവ്യയും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥ. ആ തിരക്കഥ പ്രകാരമാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ 1 ലക്ഷം രൂപ കൃത്യമായി ഇല്ലാതെ 95 എന്ന രീതിയിൽ 95,000 രൂപ എന്ന രീതിയിൽ ഒരു കണക്കുണ്ടാക്കിയതും ഒക്കെ തന്നെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ നമുക്കിതിൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ PP ദിവ്യ എന്ന പാർട്ടിയുടെ കണ്ണൂരത്തെ മുണ്ടുടുക്കാത്ത, അതിൽ സാരി ഉടുത്ത പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മഹത് വ്യക്തി, ഈ PP ദിവ്യ എന്ന സ്ത്രീ നേതാവിനെ മാത്രം ഈ കേസിൽ ഒതുക്കുമ്പോൾ കളക്ടർ അരുൺ K വിജയൻ, പ്രശാന്ത്, ഡ്രൈവർ ഷംസുദ്ദീൻ തുടങ്ങി നിരവധി പേർ രക്ഷപ്പെടുന്നു. ഈ പറയുന്ന CPM-ന്റെ കണ്ണൂരത്തെ, കാസർഗോഡത്തെ ഭൂമാഫിയുടെ, അതായത് ആറളം ഫാമിനെ സംബന്ധിച്ചുള്ള നിരവധി രേഖകൾ അടങ്ങി, അതായത് ശബ്ദിക്കുന്ന രേഖകൾ, നിരവധി കള്ളങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ച അത്തരത്തിൽ നിശബ്ദമായ, അതായത് അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്ന പല രേഖകളും ഈ പറയുന്ന അരുൺ K വിജയന്റെ കയ്യിലുണ്ടായിരുന്നു, നവീൻ K ബാബുവിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ പുറത്തു വരാതിരിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ് താനും. ഭരണം തീരാൻ 10 മാസം മാത്രമുള്ളപ്പോൾ ഇത്തരത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങൾ, അതായത് ഒരുപാട് ദീർഘവീക്ഷണത്തോടെയാണ് CPM എന്ന് പറയുന്ന പാർട്ടി, ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഈ കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് മുതൽ അവസാനം വരെ ഈ കേസിലെ മറ്റ് പോസ്റ്റ്മോർട്ടത്തിനെ സംബന്ധിച്ച് ഒക്കെ നിൽക്കുന്ന നിരവധി ദുരൂഹതകളെ ഒന്നടങ്കം മൂടി വെച്ചുകൊണ്ട് ഭരണത്തിലിരിക്കുന്നതിൻ്റെ സർവ്വ
സർവ കള്ളത്തരങ്ങളും, അതായത് നിയമവും പോലീസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടൊരു ഒരു ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ ഇത് ആത്മഹത്യയാണോ? ഏതായാലും പൊതുസമൂഹം, കേരള സമൂഹം വിശ്വസിക്കുന്നത് ഇത് കൊലപാതകം എന്ന് തന്നെയാണ്. ഏതായാലും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് അവരുടെ കുടുംബത്തിന്റെ അനുവാദം കിട്ടി എന്നൊക്കെ പോലീസ് പറയുമ്പോൾ, ഈ പറയുന്ന ഒക്ടോബറിൽ നടന്ന മരണം ഇപ്പോഴാണ് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നുള്ളത് ഈ പറയുന്ന പി പി ദിവ്യയിൽ ഒതുക്കി നിർത്തുക എന്നുള്ളതും അതിന് ആ കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്ന നരേഷൻ തന്നെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി ഇത്തരം ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ എഴുതി പിടിപ്പിച്ച അല്ലെങ്കിൽ അവർക്ക് ബൈഹാർട്ടായ വരികൾ മാത്രമാണ് ആ കുറ്റപത്രത്തിൽ ഉള്ളത് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏതായാലും പി പി ദിവ്യയിൽ ഒതുങ്ങി ഒരു വലിയ കള്ളത്തെ പൊതിഞ്ഞു മൂടി അവർ പറഞ്ഞത് പ്രകാരം ആത്മഹത്യാ പ്രേരണ അവരുടെ വാക്കുകൾക്കേറ്റ മുറിവ് കാരണമാണ് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ സി പി എം എന്ന ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഒരിക്കൽ കൂടി എന്തൊക്കെയോ വലിയ കള്ളം, ദുരൂഹതകൾ മൂടിവെക്കപ്പെടുകയാണ് എന്ന് തന്നെ കേരള സമൂഹത്തിന് വായിച്ചെടുക്കാൻ കഴിയും. അതായത് ഈ മരണം സംഭവിച്ചു കഴിയുമ്പോൾ അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ ഈ അദ്ദേഹത്തിന്റെ ശവശരീരം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ശവശരീരത്തോടൊപ്പം വരികയും അവിടെ അദ്ദേഹത്തിന്റെ മരണ വീട്ടിൽ നടന്ന പ്രാദേശിക നേതാക്കളുടെ പ്രഖ്യാപനവും ഒക്കെ കൂടി വായിക്കുമ്പോൾ പി ജയരാജൻ പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണമായി അദ്ദേഹം നിറവേറ്റിയതിന്റെ ഫലമായി അദ്ദേഹത്തിനെ വീണ്ടും പാർട്ടിയുടെ സെക്രട്ടറി ആക്കുന്നു. കണ്ണൂർ ലോബിയിൽ പി പി ദിവ്യ ഒരു വേള ഒരല്പമെങ്കിലും തലപ്പൊക്കത്തിലേക്ക് ഉയർന്നു വരുന്നതിൽ എതിർക്കുന്ന കണ്ണൂർ ലോബിക്കകത്ത് അതായത് ഗോവിന്ദൻ പക്ഷം അല്ലെങ്കിൽ ഇ പി ജയരാജൻ പക്ഷം അല്ലെങ്കിൽ പി ജയരാജൻ പക്ഷം ഇങ്ങനെ നിരവധി പേർ, ജയരാജന്മാർ മൂവരും കൂടാതെ ശശിയും, ഇങ്ങനെ ഒരു കണ്ണൂർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഭാഗീയതയുടെ ബാക്കി പത്രമായിട്ടായിരിക്കണം പി പി ദിവ്യയെ ഇപ്പോൾ ഒരു വേള കുറച്ചു നാളെങ്കിലും മാറ്റി നിർത്തപ്പെടുന്നത്. ഈ മാറ്റി നിർത്തപ്പെടുന്നതിലൂടെ കണ്ണൂരിൽ നിന്ന് ഇനി ആരായിരിക്കും ആ ഒഴിവിലേക്ക് കടന്നു വരുന്നത് എന്നും അത് ഏത് പക്ഷത്തിൽപ്പെട്ട ആളാണെന്നും വായിച്ചെടുക്കുമ്പോൾ ഇത് ട്രാപ്ഡ് ആണോ, പി പി ദിവ്യയെ ട്രാപ്പ് ചെയ്തതാണോ, അതേ പി പി ദിവ്യയെ കുറച്ചു നാളത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പിന്നെയും കൊണ്ടുവരാനുള്ള ശ്രമമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സി പി എമ്മിന്റെ നിരവധി ദുരൂഹതകൾ, സി പി എം എന്ന പാർട്ടി പ്രത്യേകിച്ച് കണ്ണൂർ ഘടകം നിരവധി ദുരൂഹതകൾ ഈ മരണത്തിലൂടെ മൂടിവെക്കപ്പെടാൻ വേണ്ടിയാണ് കേവലമല്ല പി പി ദിവ്യ എന്ന ഒരു വ്യക്തി, അതായത് പാർട്ടിയുടെ കണ്ണൂരത്തെ മുണ്ടുടുത്ത പിണറായിയിൽ ഈ കേസ് ഒതുക്കി തീർത്ത് ഇത് വെറും ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റമാക്കി തീർക്കുന്നതിൽ നിരവധി മൂടിവെക്കലുകൾ, ദുരൂഹതകൾ ഉണ്ട് എന്ന് കേരള സമൂഹത്തിനെ തീർച്ചയായും മനസ്സിലാക്കാൻ അതിന് വേറെ മറുത്തൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.